സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്രയും മോശമായ വാക്കുകൾ ദേവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേവനാകെ തകർന്നു പോകുകയാണ്. തൻ്റെ സ്വന്തം മോള് പോലും തന്നെക്കുറിച്ച് ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് ഓർത്ത് ചങ്കുപൊട്ടി ദേവൻ അവിടെ കുഴഞ്ഞു വീഴുവാണ് കേട്ടോ. ഈ സമയം ഇത് കണ്ട് യശോദയും മുത്തശ്ശിയും പ്രിയങ്ക അങ്ങ് പേടിച്ചു പോകുവാണ്. അവരെല്ലാവരും മാറി മാറി ദേവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ദേവൻ കണ്ണു തുറക്കുന്നില്ല. ഇതേസമയം രാധയ്ക്കാണെങ്കിൽ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുക. ആകെ ഒരു ടെൻഷൻ, വേണ്ടപ്പെട്ടവർക്ക് എന്തോ ഒരു ആപത്ത് സംഭവിക്കുന്നത് പോലെ രാധയ്ക്ക് തോന്നുവാണ് കേട്ടോ. അങ്ങനെ രാധിക തൻ്റെ കയ്യിലുള്ള കൃഷ്ണവിഗ്രഹം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആകെ അസ്വസ്ഥമായിട്ടിരിക്കുവാണ്. ഇത് കാണുന്ന ശ്യാമ രാധികയുടെ അരികിലേക്ക് ചെല്ലുക. എന്തു പറ്റി? എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താണെന്നറിയില്ല മാഡം, മനസ്സിനൊരു സുഖമില്ല. എന്തോ ഒരു ആപത്ത് വരാനുള്ള പോലെ. നമുക്ക് വേണ്ടപ്പെട്ടവർക്കാരോ എന്തെങ്കിലും പറ്റുമ്പോൾ മനസ്സിനകത്തൊരു ഭാരം ഉണ്ടാവില്ലേ, അതുപോലെ തോന്നുക. അന്നേരം ശ്യാമ പറയണേ, എൻ്റെ മോള് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട, അമ്മയുടെ മടിയിലേക്ക് കിടക്കും, മോളുടെ എല്ലാ സങ്കടങ്ങളും അപ്പം മാറും. അങ്ങനെ പറഞ്ഞ് ശ്യാമ രാധികയെ മടിയിലേക്ക് കിടത്തുവാണ്. എന്നിട്ട് രാധികയുടെ മുടിയിൽ ഇങ്ങനെ തലോടി രാധികയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികയും ഫിദയെയും കുറിച്ച് അന്വേഷിച്ച് വരുൺ വീണ്ടും മ്യൂസിക് സ്കൂളിലെത്തുവാണ്. അങ്ങനെ അമൃതയോട് രാധികേനെ ഫിദ മാഡത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അമൃതയാണെങ്കിൽ വരുണിനോടൊന്നും തന്നെ വിട്ടു പറയുന്നില്ല കേട്ടോ. അന്നേരം വരുൺ പറയണേ, രാധികയും ഫിദ മാഡവും തമ്മിലുള്ള ബന്ധം എനിക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ട് നിങ്ങളൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട. സത്യം പറ, രാധിക ഫിദ മാഡം എവിടെയാണ് ഉള്ളത്? അന്നേരം അമൃത വരുണിനോട് ദേഷ്യപ്പെടണേ, വരുൺ എന്തിനാ ഇത്രയും ബഹളം വെച്ച് രാധികയെ അന്വേഷിക്കുന്നത്? രാധികമായിട്ട് എന്ത് ബന്ധം വരുണിനുള്ളത്? പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ജയന്തിയെ ഫോണിൽ വിളിക്കുന്നതാണ്. എന്തായി, ഞാൻ തന്ന ആവശ്യം രാധികയ്ക്ക് കലക്കി കൊടുത്തായിരുന്നോ? അന്നേരം ജയന്തി പറയണേ, അതിനുവേണ്ടി ഞാൻ ആദ്യമൊന്ന് ശ്രമിച്ചതാണ്, പക്ഷേ ആ ശ്രമം പാളിപ്പോയി. അത് കേൾക്കുന്നതും ഐശ്വര്യക്ക് ദേഷ്യമാവുന്നുണ്ട്. എന്നാലും ഐശ്വര്യ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് ജയന്തിയോട് പറയണേ, ജയന്തിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും. ജയന്തി ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മാത്രം മതി, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അന്നേരം ജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം മാഡം, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല. പിന്നീട് കാണിക്കുന്നത് ജയന്തി വീണ്ടും രാധികയ്ക്കുള്ള ഭക്ഷണത്തിലോ ജ്യൂസിലോ എന്തിലോ ആവശ്യം ചേർക്കാൻ വേണ്ടി ആ കുപ്പി വീണ്ടും കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്